ഈ മോഡേൺ ടെംപ്ലേറ്റ് റെസ്യൂമേസ് യൂസ് ചെയ്യുമ്പോൾ പല സോഫ്റ്റ്വെയർസും പല വെബ്സൈറ്റ്സിൽ നിന്നൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന റെസ്യൂമേസ് നോക്കുമ്പോൾ പലപ്പോഴും കാണാറുള്ള ചില സെൽഫ് റേറ്റിംഗ്സ് ഉണ്ടാവും. സ്റ്റാർ ആയിട്ടോ ഗ്രാഫായിട്ടോ ലൈൻസ് ആയിട്ടോ ഒക്കെ. ലാംഗ്വേജസ് ആവാം, സ്കിൽസ് ആവാം. അപ്പം എനിക്ക് ഇത്ര പെർസെൻറ്റേജ് ഞാൻ ഇന്ന സ്കില്ലിൽ എനിക്ക് ഇത്രയുണ്ട്, അല്ലെങ്കിൽ ഇന്ന ലാംഗ്വേജ് എനിക്ക് ഇത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഒപ്പീനിയനിൽ ആ ഒരു സെൽഫ് റേറ്റിംഗ് കൊടുക്കാതിരിക്കുക. ബിക്കോസ് സെൽഫ് റേറ്റിംഗ് കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഫസ്റ്റ് തിങ്, എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ ആ ഒരു റേറ്റിംഗ് കൊടുക്കുന്നത്? അതിനെന്തെങ്കിലും ഒരു സയൻറ്റിഫിക് ഒരു കാൽക്കുലേഷൻ ഉണ്ടോ? ഇല്ല. മാത്രമല്ല, നിങ്ങൾ തന്നെയാണ് നിങ്ങളെ അസസ് ചെയ്തിട്ട് സ്കോർ ഇടുന്നത്. അവിടെ എത്രത്തോളം അത് യുക്തിപരമാണെന്ന് പറയാൻ സാധിക്കും? ബുദ്ധിമുട്ടാണ്. ഇനി നിങ്ങൾ ആ സ്കില്ല് മാക്സിമം കയറ്റി വെച്ച് കഴിഞ്ഞാൽ അതൊരു ഓവർ കോൺഫിഡൻസ് ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. എന്നാൽ ജെന്യുവിനിറ്റി കാണിക്കാൻ വേണ്ടി അത് താഴേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇയാൾ അതിൽ വീക്കാണ് എന്നുള്ളൊരു രീതിയിലേക്ക് വ്യാഖ്യാനിക്കപ്പെടും. സോ അങ്ങനെയുള്ള ചാൻസസ് എടുക്കാതിരിക്കുക. കഴിവതും സെൽഫ് റേറ്റിംഗ്സ് ഒഴിവാക്കിക്കൊണ്ട് പ്ലെയിൻ ആയിട്ട് സ്കിൽസ് മെൻഷൻ ചെയ്യുക, ലാംഗ്വേജസിൻ്റെ പ്രൊഫിഷ്യൻസി മെൻഷൻ ചെയ്യുക, സിമ്പിളായിട്ട് പോവുക. ഓക്കെ, താങ്ക് യു.